നെവിൻ നോമിനേറ്റ് ചെയ്ത അനീഷിനെയാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്: ഗെയിമർ അല്ലാത്ത, ഗെയിമിൻ്റെ രീതിയിൽ എടുക്കാത്ത അനീഷ് എന്ന വ്യക്തിയാണ് ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ജയിലിൽ പോയി കിടക്കേണ്ട വ്യക്തി അനീഷാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. സെക്കൻഡ് വൺ അനിമോളാണ്. ചിലർ കഷ്ടപ്പെട്ട് ക്യാമറ ഫേസ് ഉണ്ടാക്കുന്നു, ഞാൻ ചുമ്മാതിരുന്ന് ക്യാമറ ഫേസ് ഉണ്ടാക്കുന്നു. അത് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, അല്ലാതെ ഫേക്കായിട്ടല്ല കണ്ടൻറ് ഉണ്ടാക്കേണ്ടത്. മേക്ക് സം ഓർഗാനിക് കണ്ടൻറ് എന്നാണ് പറയുന്നത്. അടുത്തത് ടൂൾ ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ്, അല്ലാതെ ഒരു പേഴ്സണൽ ഗ്രജും എനിക്കില്ല. കാരണം ഈ ഒരാഴ്ചയിൽ എനിക്ക് വേറെ ഒന്നും പറയണമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും നന്നായി ഗെയിം കളിച്ച്. പിന്നെ റൂൾ ബ്രേക്ക് 1 മൈക്ക് ധരിക്കുമെന്ന് പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞ്, അത് ഞാൻ കേട്ടു. ആൻഡ് സെക്കൻഡ്, ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തതാണ്. ഡ്രസ്സിംഗ് റൂമിൽ പോയി നിന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്നു. പിന്നെ അനിമോൾ കിച്ചൺ ക്യാപ്റ്റനാണോ? അല്ല. വേറെ ഒന്നിനും കിച്ചൺ ബേസായിട്ടുള്ള ഒരു കാര്യത്തിനും അനിമോളെ നിയമിച്ചിട്ടില്ല. അനിമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടി എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നാലും ചമ്മന്തിപ്പൊടി അത് സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് കൊണ്ട് നടന്ന് കയ്യിൽ വെച്ച് കൊണ്ട് നടക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ചമ്മന്തിപ്പൊടി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എന്നാലും അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൊണ്ട് നടക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള റീസൺസ് മാത്രമേ ഉള്ളൂ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ. എല്ലാവരും നന്നായിട്ട് ഗെയിം കളിച്ച്, അതുകൊണ്ട് എനിക്കിതേ ഉള്ളൂ പറയാനെന്ന് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ അനീഷ്, സെക്കൻഡ് നോമിനേഷൻ ചെറിയ റൂൾ ബ്രേക്ക് ചെയ്യുന്ന അനിമോള്. അപ്പോൾ ആദ്യം എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞ് ആ പൊടിയുടെ മാറ്റർ അത് ഞാനാണ് അനിമോളോട് പറഞ്ഞത്, അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല, നീ ഇതെടുത്ത് മാറ്റിക്കോ, നീ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാനാണെന്ന് പറയുന്നു. അപ്പോൾ നിവിൻ എഴുന്നേറ്റ് അതെനിക്കറിയില്ലായിരുന്നു, സോറി, അനിമോളോട് പറഞ്ഞു, സോറി ഞാനത് അറിയാതെ പറഞ്ഞതാണെന്ന് പറയുന്നു. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, പക്ഷേ റൂൾ ബ്രേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അനിമോള് പറയുന്നത് പോടാ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് സാബുമോൻ പറയാൻ വന്നത്. സാബുമോൻ്റെ ആദ്യത്തെ നോമിനേഷൻ ലക്ഷ്മിയാണെന്നാണ് പറഞ്ഞത്. ലക്ഷ്മിയുടെ കിച്ചൺ ക്യാപ്റ്റൻ വൻ പരാജയമായിരുന്നു. ആര്യൻ പറഞ്ഞ പോലെ ഇവിടെ പരിപ്പുണ്ട്, കുറേ സാധനങ്ങളുണ്ട്, എന്നിട്ട് എന്തിനാണ് എന്നും ഈ തക്കാളി തന്നെ വെക്കുന്നത്, നമ്മൾക്ക് പരിപ്പൊക്കെ വെച്ച് മാറി തിരിഞ്ഞൊക്കെ വെക്കാമായിരുന്നല്ലോ എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആളിച്ചിരി മടിച്ചിയാണ് എന്ന് പറയുന്നു ലക്ഷ്മിയെ. ഞാനിത് ലക്ഷ്മിയോട് നേരിട്ട് ചോദിച്ചതാണ്. അപ്പം ലക്ഷ്മി സമയം ലാഭിക്കാനാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? ഇപ്പം ലഞ്ച് ടൈമായി, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. ഇനി എനിക്ക് കുറേ പറയാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കിച്ചൻ്റെ ഇതിൽ മാത്രം ഒതുക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലക്ഷ്മി വലിയൊരു കുഴിമടിച്ചിയാണെന്നാണ്. ലക്ഷ്മിക്ക് അറിയത്തില്ലെങ്കിൽ ലക്ഷ്മി ചെയ്യേണ്ട, വെറുതെ ക്യാപ്റ്റനായിട്ട് മാത്രം നിന്നാൽ മതി. ഡോക്ടർ ബിന്നിക്കൊക്കെ നന്നായിട്ട് അറിയാം, അവർ മാനേജ് ചെയ്തോളും. അപ്പോൾ ലക്ഷ്മി പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ നിൽക്കുന്നതെന്ന്. സാമ്പാർ കൊള്ളാം കേട്ടോ, ഇന്നത്തെ സാമ്പാർ കൊള്ളായിരുന്നു. അപ്പോൾ കുഴിമടി മാറ്റി വയ്ക്കണം, അഭിനയിക്കരുത്, ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത് ഷാനവാസിനെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗെയിം തന്നു, നമ്മളെ ഒരു സീക്രട്ട് ഗെയിമാണ്, അത് ഷാനവാസ് കുളവാക്കി. ആ സീക്രട്ട് ടാസ്കിൽ നമ്മൾ വിചാരിച്ച് ഷാനവാസ് നന്നായിട്ട് കളിക്കുമെന്ന്. അങ്ങനെയാണ് നിങ്ങളെ നമ്മുടെ ഗ്യാങ്ങിലോട്ട് ചേർത്തത്. പക്ഷേ ഷാനവാസ് നമ്മുടെ കൂടെ നിന്നിട്ട് ഷാനവാസ് പുറത്തിറങ്ങിയിട്ട് അത് കുളവാക്കി. ഷാനവാസ് അത് കേട്ടിട്ടിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ സാബുമോൻ്റെ നോമിനേഷൻ ഷാനവാസും ലക്ഷ്മിയും. ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ 5 വോട്ടുകളോടെ അനീഷിനെയും 7 വോട്ടുകളോടെ ലക്ഷ്മിയെയുമാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത അറിയിപ്പ് ഉടനെ ഉണ്ടാകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പുതിയ ചാനലാണ്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം.